ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. പുതിയൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ, ഒരു ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേത് ഈ കുഞ്ഞുമോൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഉടക്കച്ചെറുപ്പിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് പല്ല് തേച്ച് കുളിച്ച് കുറച്ച് ബലൂൺ വാങ്ങിയിട്ട് കൊടുത്ത് ആൾ ഹാപ്പിയായി. ബലൂണ് കണ്ടതോടെ ഈ ബലൂൺ ഒരു വലിയ സംഭവമാണ് കേട്ടോ. മക്കൾക്ക് എന്തൊരു ഇഷ്ടമാണ് ഈ ബലൂണ്. എൻ്റെ മോളാണെങ്കിൽ ഇത് ഇങ്ങനെ വീർപ്പിക്കും കാറ്റ് വയ്ക്കും, വീർപ്പിക്കും കാറ്റ് വയ്ക്കും. എന്തോ ഒരു ലഹരി പോലെ ഈ ബലൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്യൽ. മോനാണെങ്കിൽ തട്ടിക്കളിക്കലും, പിന്നെ കുറേ കഴിഞ്ഞാൽ അതിട്ട് പൊട്ടിക്കാനും നോക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞ് നേരെ പിറന്നാൾ ഫുഡിലേക്ക് പോകാൻ കേട്ടോ. ഒരു പായസവും ഒന്ന് ചിക്കൻ ബിരിയാണി, ഇതാണ് ഇന്നത്തെ മെനു. അപ്പം നേരെ കിച്ചണിലേക്ക് പോയി അവിടെ ചിക്കനൊക്കെ നന്നായിട്ട് കേക്കൊന്ന് മസാല പുരട്ടി വെച്ച് ഒന്ന് ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടല്ലോ. പിന്നെ നേരെ പായസത്തിലേക്കാട്ടോ ഫസ്റ്റ് പോയത്. കാരണം ചോറിനെക്കാട്ടി മുന്നേ ഇവിടെ പായസമാണ് ഈ ബർത്ത്ഡേക്കാരൻ ചോദിക്കുന്നത്. മധുരം, ഒരു മധുരപ്രിയനാണ് എൻ്റെ മോന്. എന്താണെന്നറിയില്ല, വയറ്റിലായപ്പോഴേ അവനിക്ക് മധുരം, എനിക്കും വയറ്റിലായ അന്ന് മുതൽ മധുരം ഇഷ്ടമില്ലാത്ത ഞാൻ പിന്നെ ഏതു നേരം മധുരം അതിനായി. ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ വേഗം പായസത്തിൻ്റെ ഉള്ളവിടെ സെറ്റാക്കി തിളക്കാൻ വെച്ച് ഇപ്പുറത്തെ അടുപ്പിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനം സെറ്റാക്കി വേഗം ഉള്ളി വാട്ടാൻ നിന്ന്. അപ്പോഴേക്കും വന്ന് ചോദിക്കുന്നുണ്ട് പായസമായില്ലേന്ന്. ഈ പായസം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഇടപ്രഥമന്. അപ്പം ഞാൻ എൻ്റെ വക കുറച്ച് ഏലക്കായ്പ്പൊടി കുറച്ചിട്ട് കൊടുത്ത് അതിലുണ്ടാവും എന്നാലും ഒരു സംശയം. പിന്നെ ഞാൻ 1 ലിറ്റർ പാലിന് ഈ ഒരു പാക്കറ്റ്, ഇത് എത്രൻ്റെ അതിന് എന്തോ 85 രൂപ ആയിട്ടാണ് ഈ പാക്കറ്റിൻ്റെ. അതിന് എത്രയാണെന്ന് എനിക്കും അറിയില്ല. എന്തായാലും 1 ലിറ്റർ പാൽ വേണമെന്ന് അതിലുണ്ടേനോ. അപ്പോൾ അതിന് കണക്കാക്കി. പക്ഷേ ഈ പായസം ആയി തുടങ്ങിയപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്. ഇത് വളരെ പ്രയാസമാണ്. എന്ന് വെച്ചാൽ കുറുകി വരണം, എന്നാലാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ്. അപ്പോഴാണ് ആൾ വന്ന് ചോദിക്കുന്നത് പായസമായില്ലേ. പായസം ചോദിച്ച് ഓരോരുത്തർ വന്ന് തുടങ്ങി. അങ്ങനെ വേഗം പായസം സെറ്റായിട്ടോ. ഇനി അതിലേക്ക് ഇത്തിരി തേങ്ങാക്കൊത്തിട്ടൊന്ന് വറവിടണം. രണ്ടും കിസ്മിസും വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. അങ്ങനെ വേഗം ഒരു തേങ്ങ എടുത്ത് അത് പുളിച്ചമ്മ വേഗം തന്നിട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇവിടെ തേങ്ങാക്കൊത്ത് വലിയ താല്പര്യമില്ലായിരിക്കും, പക്ഷേ എനിക്ക് പായസത്തിൽ തേങ്ങാക്കൊത്താട്ടോ ഇഷ്ടം. ഈ അണ്ടിമുന്തിരി ഇടുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് ബിരിയാണിയിലേക്കും വലിയ അണ്ടിമുന്തിരിയും. പിന്നെ ഒരു സാലഡ് തട്ടിക്കൂട്ടി ഒരു സാലഡ് ഉണ്ടാക്കി. കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാരറ്റും തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് ഒരു സാലഡ് ഉണ്ടാക്കി. സാലഡ് എന്ന് പറയൂല, ഒരു തൈര്, ഇവിടെ തൈര് എന്നാണ് പറയാറ്. പിന്നെ വേഗം ചോറൊക്കെ സെറ്റാക്കി ദം അവിടെ ഇടാൻ വെച്ച്. ദമ്മ് സെറ്റായ പിന്നെ സമാധാനം, വേഗം ഒന്ന് പോയി കുളിക്കണം. പിന്നെ ബാക്കി അല്ലറ ചില്ലറ പാത്രം കഴുകലും പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതവിടെ മാറ്റി വെച്ച് സെറ്റാക്കി. പിന്നെ നമ്മുടെ പായസക്കൊതിയനുണ്ടായിരുന്നല്ലോ, അത് മറന്നുപോയി. അവനിക്ക് വേണ്ടി വേഗം തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് പായസത്തിലേക്ക് സെറ്റാക്കിയെടുത്ത്. പിന്നെ ഈ വീഡിയോയുടെ ഇത്രയും നേരം വൈകിയത് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. പക്ഷെ വളരെ ലേറ്റായിപ്പോയി. എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ വേഗം തേങ്ങാക്കൊത്തിട്ട് എല്ലാവർക്കും ഒന്ന് പായസം വിളമ്പി കൊടുത്ത്, മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒന്ന് പായസം ഇട്ട്. ഒരിടയിലൊരു ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, വല്ലാത്ത വിശപ്പ്. രാവിലെ ചായ കുടിച്ചതാണോ, പിന്നെ ഇറങ്ങിയതല്ലേ ഈ അടുക്കളയിലേക്ക്. പിന്നെ നല്ല തണുപ്പേനും റപ്പയെ ചൂടെടുത്തിട്ട് അത്രക്കായിട്ട് ഒഴിച്ചിട്ടണോ. പിന്നെ ഈ പായസമൊക്കെ ഇതിനെ വിളിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പായസം. ഇനി പായസം എങ്ങനെ കൊടുത്താലും അവനിക്ക് അത് അത്രയും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. കാരണം മധുരപ്രിയ എനിക്ക് അവനിക്കത് കുടിച്ചാൽ മതി. അപ്പോൾ പിന്നെ ലേശം എനിക്കൊക്കെ തന്നിട്ടോ, കുടിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ലൂസാവണേനും ഇത്ര കട്ടിയിൽ കുടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ പായസമല്ലേ, എന്തായാലും ഒന്ന് കുടിച്ചിടാം, വിശപ്പൊരിത്തിരി അടങ്ങല്ലോ. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് വിളമ്പി. ദമ്മിട്ട ചിക്കൻ ബിരിയാണി ഒന്ന് വേഗം റൈസ് മാറ്റി മസാലയും മാറ്റി നല്ല വേഗം മാറ്റിയതാണ്. പപ്പടം പൊരിക്കണം. ഇവിടെ ബിരിയാണി വെക്കുമ്പോൾ പപ്പടം നിർബന്ധമാണ് കേട്ടോ.
അതെന്താണുള്ളത്, ഒരു ഒഴിച്ചു കൂടാത്ത സാലഡും അച്ചാറും ഒക്കെ പറയുന്ന പോലെ ഒരു നിർബന്ധമുള്ള സംഭവമാണ് പപ്പടം. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ നിന്ന് സിയാദ് കാക്കൻ്റെ അമ്മയും എൻ്റെ അമ്മയും മോളും മോനും അനിയത്തിൻ്റെ മോനും എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും ഇരുന്ന് അങ്ങോട്ട് ഫുഡ് കഴിച്ച് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അപ്പം ചോദിക്കാൻ മറന്നു, പിന്നാണ് കേട്ടോ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിന്ന്. എന്ന് ബിരിയാണി ഉണ്ടാക്കിയാലും എന്തൊരു ഫുഡ് ഉണ്ടാക്കിയാലും ഒന്ന് ചോദിക്കണം രസമുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്ന്. പിന്നെ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി. കേക്ക് മുറിച്ച് 2 ഉമ്മമ്മയും ഉപ്പമ്മയും കൂടി കേക്ക് മുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ സെലിബ്രേഷൻ, നമ്മൾ മോളത് പുറത്ത് പോയിട്ട് ഹണി കേക്ക് പോയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇവൻ്റും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇമ്മയും മക്കളിതാ മാറ്റാൻ നിൽക്കാം കേട്ടോ. വേഗം സെറ്റായി മാറ്റാണ് കേട്ടോ. 3 ആളും ഒപ്പരം തന്നെ മാറ്റി കഴിഞ്ഞിട്ടോ. വേഗത ഇതാണ് ബർത്ത്ഡേ കോടി, ജുബ്ബൊക്കെ ഇട്ട്. പിന്നെ ഇവിടെ പോകുമ്പോഴും വാച്ചും കണ്ണടയും നിർബന്ധമാണ്. അതൊരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് എൻ്റെ മോനിക്ക്. അതിട്ടില്ലെങ്കിൽ വരൂല കൂടെ. പിന്നെ ഇതാണ് നമ്മളെ ബർത്ത്ഡേ ചെക്കൻ്റെ ലുക്ക് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ മോളും കൂടി മാറ്റി. ഇന്ന് എല്ലാവരും ഒരു റെഡ് മയമാണ്, ഒരു റെഡ് മയ തന്നെ പെയ്തു എന്ന് പറയാം. ഞങ്ങൾ പോയ വഴിയിലൂടെയൊക്കെ ഒരു റെഡ് മയമായി. ആൾക്കാരൊക്കെ ഞങ്ങളെ തന്നെ നോക്കണുണ്ടോ എന്നൊരു ഡൗട്ട്. പിന്നെ ഞങ്ങൾ അവരൊന്നും മൈൻഡാക്കാതെ നേരെ ഹണി കേക്കിലേക്ക് വിട്ട്. എൻ്റെ റബ്ബേ എന്തൊരു ചൂട്! ഇനി വണ്ടിമ പോകുമ്പോഴാണ് കുറച്ച് സമാധാനം. എന്തായാലും നമ്മൾ നേരെ ബീച്ച് വൈകുന്നേരം ഹണി കേക്കിലെത്തി. അവിടുന്ന് നേരെ ഒരു ആൽമണ്ട് ട്രഫിൾ കേക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്ത്. നല്ല ടേസ്റ്റുള്ള കേക്കായിട്ടോ. ഇവിടെ വന്നതിന് ശേഷം വെറും എന്തൊരു പരിപാടി വന്നാലും നേരെ ഹണി കേക്കിലേക്ക് വരും, ഇവിടുന്ന് കട്ട് ചെയ്യും. പിന്നെ വേറൊരു പ്ലാനിങ് ആയിരുന്നു, ഇവരൊരു പ്രൈവറ്റ് റൂമുണ്ടല്ലോ അവിടെ ബുക്ക് ചെയ്തിട്ട് ജസ്റ്റ് സെലിബ്രേഷൻ അങ്ങനെ ചെയ്യാമെന്നതിനും വിചാരിച്ചത്. പക്ഷെ അവരത് ക്ലോസ് ചെയ്ത ആ റൂം ഇപ്പം ഇല്ല എന്ന് പറഞ്ഞ് അത് ഭയങ്കര സങ്കടമായി. എന്തായാലും ഉള്ളത് വെച്ച് നമ്മൾ കേക്കൊക്കെ വാങ്ങി ഹാപ്പി ബർത്ത്ഡേ മീലു എന്നും പറഞ്ഞ് നേരതാ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. ഈ ചിരിക്കുന്നത് അതിൻ്റെ മുന്നേ തന്നെ, വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ മോള് വക ഒരു മുറിക്കൽ മുറിച്ച്. അപ്പോൾ ഇനി എങ്ങോട്ട് മുറിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യത്തിൽ ഈ മുറിക്കുന്ന കാണുമ്പോൾ ഇവളെ വർത്തിനാണോ എന്നൊരു സംശയം വരെ എനിക്ക് തോന്നി. കാരണം അവനതൊരു മൈൻഡും ഇല്ലാതെ നിൽക്കണേ അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയത്. പിന്നെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ ഇട്ടെടുത്ത് ഇന്നത്തെ സെലിബ്രേഷൻ ഇതോടെ അവസാനിച്ചിട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല അടിപൊളി ഡ്രസ്സുമായിരുന്നു. എൻ്റെ മോളെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. എൻ്റെ അമ്മ അടിച്ചെന്നാണ് കേട്ടോ മോളെ ഡ്രസ്സ്. അപ്പം ഇൻഷാ അല്ലാഹ് ഈ 3 വയസ്സിൽ വേണ്ട പഠിച്ചം സഹായിച്ചിട്ട് ഇത്രയൊക്കെ ആഘോഷിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരോടും ടാറ്റ പറയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് മിന്നിച്ചേക്കണേ. പിന്നെ ഈ ലോങ് വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണും ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ, ടാറ്റ, വീട്ടിൽ പോകണം, ഉറങ്ങണം, നല്ല കാലുവേദനയുണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.